ഹലോ ഗൈസ്, പത്രമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നബിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അബി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിൻ്റെ അനിയത്തി തന്നെയാണ് പാലിൽ വിഷം ചേർത്ത്, അതിലൊരു സംശയവും ഇല്ല എന്ന് പറയുമ്പം നബി പറയുന്നുണ്ട്, എനിക്കങ്ങനെ തോന്നുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നീയോ നിൻ്റെ അമ്മയോ നിങ്ങളായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. ഒരിക്കലും എൻ്റെ അനിയത്തി ആയിരിക്കുമല്ല, അതല്ലെങ്കിൽ അനാമിക അവളുടെ അമ്മയും. അന്ന് അവൾ ആ പായസത്തിൽ എല്ലാവർക്കും ഓരോന്ന് കലക്കി കൊടുത്തത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. പായസം മാറ്റി വെച്ചത് ഞാനാണ്. ആ പായസം എടുത്ത് കുടിച്ച് അവസാനം അവർ തന്നെ പ്രശ്നത്തിലായി. അത് തന്നെയായിരിക്കും ഇവിടെ സംഭവിച്ചത്. എനിക്ക് പണി തരാൻ വേണ്ടി ചെയ്തതായിരിക്കും. പക്ഷേ അമ്മായി അതെടുത്ത് കുടിച്ചുകൊണ്ട് അമ്മായി ആശുപത്രിയിലുമായി എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് അബി ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. അബി പറയുന്നുണ്ട്, നീ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും അതൊന്നും ന്യായവുമല്ല. നിൻ്റെ അനിയത്തി തന്നെ അത് ചെയ്തതെന്നുള്ളത് എല്ലാവർക്കും ഇവിടെ മനസ്സിലായി എന്ന് പറയും കേട്ടോ. അപ്പം നബി പറയുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അഭിനയിച്ചപ്പോൾ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എൻ്റെ വയറ്റിലെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ട് നീ നിൻ്റെ അമ്മയും കൂടെ എന്തെങ്കിലും ചെയ്തതാണ്. എന്തായാലും അത് നയനയല്ലേ ചെയ്തതെന്നുള്ളത് എനിക്ക് 100% ഉറപ്പാന്ന് നവ്യം തറപ്പിച്ച് പറയും കേട്ടോ. അബി ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല. അബി അവിടുന്ന് ദേഷ്യപ്പെട്ടിറങ്ങി പോവുകയാണ്. നേരെ വരുന്നത് ജലജയുടെ അടുത്താണ്. എന്നിട്ട് ജലജയോട് പറയുന്നുണ്ട്, 2-3 ദിവസം ഞാൻ അവളെ സ്നേഹിച്ച സന്തോഷത്തിലായിരുന്നു അവൾ. ഇപ്പം സ്നേഹമൊന്നും കിട്ടാത്തതിന് നല്ല ദേഷ്യവും ഇതൊക്കെ അവൾക്ക് എന്നോടുണ്ട്. ജലജ പറയുന്നുണ്ട്, 2-3 ദിവസം സ്നേഹം കൊടുത്തത് വലിയ കാര്യം. അല്ലെങ്കിലും എങ്ങനെയും ഇടത്തി വരുമ്പോഴത്തേക്കും നയന പാല് കാച്ചിയതിൽ നിന്നാണ് പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു വെച്ചേക്കുന്നുണ്ട്. രണ്ടവളുമാരെയും പുറത്തേക്ക് ഇറക്കാനുള്ളൊരു മാർഗ്ഗം കൂടെ തുറന്നു കിട്ടി. അതെങ്ങനെയും നമുക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കണം എന്ന് പറയും കേട്ടോ. അപ്പോഴും അബി പറയുന്നുണ്ട്, എങ്കിലും അവളുമാർ പുറത്തു പോകുന്നൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഗോവിന്ദൻ വരുവാണ് കേട്ടോ. ഗോവിന്ദനെ കാണുന്ന ജലജ പറയുന്നുണ്ട്, ദേ വരുന്നു നിൻ്റെ അമ്മായിയപ്പൻ എന്ന് അബിയോട് പറയുവാണ്. അപ്പോൾ അബിയും ജലജയും ഗോവിന്ദനെ കണ്ട് എഴുന്നേറ്റ് നിന്നിട്ട് ഇതെന്തായി പൊതിഞ്ഞുകൊണ്ട് വന്നേക്കുന്നതെന്ന് കളിയാക്കി ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും ഗോവിന്ദൻ അബിയുടെ ഈ മാറ്റം കണ്ട് അതിശയിച്ചിങ്ങനെ നോക്കുവാണ്. എന്നിട്ട് പറയാണ്, അത് നവ്യമോക്ക് കുറച്ച് പലഹാരങ്ങൾ എന്നിങ്ങനെ പറയുമ്പോൾ ജലജ പറയുന്നുണ്ട്, ഇവിടെ ഒരാൾ ആശുപത്രിയിലാണ്. അപ്പം ഗോവിന്ദൻ പറയണം, അറിയാം, ഞാൻ പോയി കണ്ടിട്ടാണ് വന്നേ എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, അതെങ്ങനെ ആശുപത്രി കയറിയെന്ന് നിങ്ങൾക്കറിയാവോ? നിങ്ങളുടെ ഇളയ മകൾ ഇവിടെ ഉണ്ടാക്കി ആശുപത്രി കയറ്റി അമ്മയമ്മേനെ. ഇനി നിങ്ങൾ പൊതിഞ്ഞുകൊണ്ട് വന്നതും കൂടെ കഴിച്ച് ഈ വീട്ടിലുള്ള ബാക്കി ഞങ്ങളെ എല്ലാവരെയും കൂടെ ആശുപത്രി കടത്താനായിരിക്കും അല്ലേ പ്ലാൻ എന്ന് ചോദിക്കുവാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ഗോവിന്ദൻ അടി കിട്ടിയ പോലെ ആവുകയാണ് കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ നവ്യ താഴോട്ട് വരുന്നുണ്ട് ഈ ഒച്ചയൊക്കെ ഇട്ട്. നവ്യ നോക്കുമ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് കാണുവാണ്. ആ സമയത്ത് അബി പറയുന്നുണ്ട്, അതേ, മക്കളെ കെട്ടിച്ചു വിട്ടേക്കുന്ന വീട്ടിലോട്ട് ഇതുപോലെ പലഹാരങ്ങളൊന്നും അല്ല പൊതിഞ്ഞുകൊണ്ട് വരേണ്ടത് കുറച്ച് ഘനത്തിൽ എന്തെങ്കിലുമാണ്. സ്വർണ്ണമോ പണമോ ഒക്കെ ആയിട്ടാണ് മരുമക്കളുടെ കയ്യിലോട്ട് വെച്ച് കൊടുക്കേണ്ടത്. ഇതേ ഒരാൾ പലഹാരം കൊണ്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കളിയാക്കുക കേട്ടോ ഗോവിന്ദനെ. ഇത് കാണുമ്പോൾ ഗോവിന്ദൻ അന്തം വിട്ടു പോവാണ്. നബിക്കാണെങ്കിൽ ആകെ വിഷമമാവുകയാണ് കേട്ടോ. ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, മോന് നല്ല മാറ്റം ഉണ്ടായിരുന്നല്ലോ, എന്താ മോനിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗോവിന്ദനെ മുഖത്ത് നോക്കി പുച്ഛിച്ചിട്ട് അബിയും ജലജയും കൂടെ അങ്ങ് പോവുക കേട്ടോ. അത് കഴിയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, അച്ഛാ, അവൻ എന്നെ സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കുമായിരുന്നു, അതൊക്കെ വിട്ടേക്ക്. അച്ഛൻ എന്തായാലും ഇവിടെ കണ്ട കാര്യം അമ്മയോടും നന്ദുവിനോടും പറയണ്ട, അവരേലും സന്തോഷമായിട്ടിരുന്നോട്ടെ. അവൻ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെന്ന് അവരേലും ഓർത്തോട്ടെ എന്ന് പറഞ്ഞ് ആകെ വിഷമിക്കും കേട്ടോ നവ്യ. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളെ, എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ മോൾക്ക് എപ്പോഴും ഇവിടെ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ വരണം എന്ന് പറയും കേട്ടോ. അപ്പോൾ നവ്യ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഇവനെന്നെ സ്നേഹിക്കുന്ന സത്യമല്ല എന്നറിഞ്ഞപ്പോൾ മരിക്കണം എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി എന്നൊക്കെ പറയുമ്പം ഗോവിന്ദനാകെ വിഷമമാവുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ ഗോവിന്ദൻ ചോദിക്കുകയാണ്, ഇതേപോലെ തന്നെയാണോ മോളെ ആദർശം അഭിനയിക്കുവാണോ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് നവ്യ പറയുന്നുണ്ട്, അല്ല അച്ഛാ, അത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ആദർശേട്ടൻ നയനേനെ സ്നേഹിക്കുന്നതെന്ന് പറയുകയാണ്. ഗോവിന്ദൻ പറയുക, ഇങ്ങനെയുള്ള ഈ മാറ്റങ്ങൾ കാണുമ്പം എനിക്ക് വളരെ പേടിയാവുകയെന്ന് പറയും കേട്ടോ. അപ്പം നവ്യ പറയുന്നുണ്ട്, വിഷമിക്കൊന്നും വേണ്ട, അച്ഛൻ ആരോടും ഒന്നും പറയണ്ട, പോയിക്കോ, എന്തായാലും അമ്മ കൊണ്ടുവിട്ട പലഹാരങ്ങളല്ലേ, ഞാൻ കഴിച്ചോളാം എന്നൊക്കെ പറയും കേട്ടോ. ഗോവിന്ദനാകെ വിഷമിച്ച് അവിടുന്ന് സങ്കടപ്പെട്ട് ഇറങ്ങിപ്പോവാണ്. ഗോവിന്ദൻ പോയി കഴിയുമ്പോഴേക്കും നവ്യ കുറേ നേരം നിന്ന് കരയും കേട്ടോ. കുറേ നേരം മാറി നിന്ന് ഓരോ കാര്യങ്ങൾ ഓർത്തിങ്ങനെ കരയുവാണ്. പിന്നെ കാണിക്കുന്ന ഹോസ്പിറ്റലാണ് കേട്ടോ. ജയൻ വന്നിട്ട് ആദർശനോട് പറയുവാണ്, ദേവയാനിക്കിപ്പം കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്, കറക്റ്റ് സമയത്ത് നയനമോള് ബ്ലഡ് തരാൻ തയ്യാറായതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അനാമികയുടെ ഇതേ ബ്ലഡ് ഗ്രൂപ്പായിരുന്നു, പക്ഷെ അവൾ അവിടുന്ന് ഓടി ഒളിക്കുകയാണ് ചെയ്തത്. എന്തായാലും നയനമോള് കാരണമാണ് ദേവയാനിക്ക് തിരിച്ച് ജീവൻ കിട്ടിയത്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഇതൊക്കെയാണെങ്കിലും നയനേനെ കണ്ണെടുത്താൽ കണ്ടുകൂടല്ലോ നിൻ്റെ അമ്മയ്ക്ക് എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേട്ട് ആദർശാകെ സങ്കടപ്പെട്ട് എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്ന കനകേനെയാണ്. കനകയും നന്ദുവും ഗോവിന്ദൻ വരുന്നതും കാത്തിങ്ങനെ നിൽക്കും കേട്ടോ. ഗോവിന്ദനെ കാണുമ്പോഴേക്കും
കനക ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ഗോവിന്ദേട്ടാ, ഇവിടുന്ന് പോയൊരു സന്തോഷമൊന്നും ഇല്ലല്ലോ മുഖത്ത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും ഗോവിന്ദൻ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, ഞാനൊരു 1.5 കിലോമീറ്റർ വെയിലത്ത് നടന്നാ വന്നേ എന്നിങ്ങനെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും കനക പറയാം, ഗോവിന്ദേട്ടൻ ഈ വയ്യാണ്ടിരിക്കുമ്പോഴാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതുമാത്രമല്ല, മക്കളുടെ കല്യാണം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോവോ ചെക്കപ്പ് ചെയ്യുമോ ഒന്നും ചെയ്തിട്ടില്ല, ഇനി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ടും പോകണം എന്നിങ്ങനെ പറയുക കേട്ടോ. അതേ സമയത്ത് കനക ഓരോരുത്തര കാര്യങ്ങൾ അന്വേഷിക്കുവാണ്. നയനമോള് കാച്ചി വെച്ച പാല് കുടിച്ചിട്ടാണല്ലോ അവിടെ പ്രശ്നങ്ങളെന്നല്ലേ പറയുന്നത്, അതെങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുക. അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, അതൊന്നും വലിയ കുഴപ്പമില്ല, അവിടെ സത്യങ്ങൾ അറിയാവുന്ന മോളെ അറിയാവുന്ന ആൾക്കാരുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അബിക്ക് മാറ്റമൊന്നും ഇല്ലല്ലോ എന്ന് പേടിച്ച് കനക ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും ഗോവിന്ദൻ ഒരു നിമിഷം ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുവാണ്. അതേസമയം നന്ദു ഗോവിന്ദൻ ഇങ്ങനെ നിൽക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുവാണേ, ഇല്ല, പിന്നെ അവൻ്റെ അമ്മയുടെ സ്വഭാവം നിനക്കറിയാമല്ലോ എന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ നന്ദുവിന് ഏറെക്കുറെ മനസ്സിലാവുകയാണ് കേട്ടോ അബി വീണ്ടും സ്വഭാവം മാറ്റിയെന്നുള്ളത്. പക്ഷേ അബി ഇങ്ങനെ പഴയതുപോലെയാണെന്ന് വിശ്വസിച്ച് കനക ഭയങ്കര സന്തോഷത്തോടെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് നവ്യനെയാണ്. നവ്യ വന്നിട്ട് അബിയോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ അച്ഛൻ്റെ പേരെന്താ, അവരെങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അബി ചോദിക്കുന്നുണ്ട്, നീ അതൊക്കെ എന്തിനാ അറിയേണ്ട കാര്യം ഉള്ളവരോട് ചോദിക്കുന്ന എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അബി പറയാണ്, നീ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, നിൻ്റെ അമ്മേനെ പോലെ ഒരു സ്ത്രീയെ സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഇവിടുന്ന് പോയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ അബി പറയുന്നുണ്ട്, നിനക്കൊക്കെ എൻ്റെ അമ്മേനെ സഹിക്കാൻ പറ്റില്ലെങ്കിൽ പോടി ഇവിടുന്ന് ഇറങ്ങിയിരുന്ന് പറയും കേട്ടോ. അതേ സമയത്ത് തിരിച്ച് നവ്യ പറയുകയാണ്, നീ അല്ലല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ, നീ എപ്പോഴും പറയാറുണ്ടല്ലോ ഈ വീട്ടിൽ വലിഞ്ഞു കയറി വന്നത് ഞാനും നയനുമൊക്കെയാണ്. സത്യത്തിൽ അങ്ങനെയല്ല, വലിഞ്ഞു കയറി വന്നത് നീയും നിൻ്റെ അമ്മയൊക്കെയാണെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും അബി ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല. അബി പറയുകയാണ്, നീ മിണ്ടായിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയുകയാണ്, എൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതുകൊണ്ടാണ് ഞാൻ പലതും ഇവിടെ സഹിക്കുന്നതെന്ന് പറയുമ്പോൾ അബി പറയുവാണ്, അങ്ങനെ നീ ബുദ്ധിമുട്ട് സഹിക്കണമെന്നില്ല, വയറ്റിലുള്ള ആ കുഞ്ഞിനെ അങ്ങ് കളഞ്ഞാൽ മതി എന്നിങ്ങ് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ദേഷ്യപ്പെട്ട് നവ്യ അബിയുടെ കോളറിൽ കയറി പിടിക്കുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും അബിയോട് ചോദിക്കുന്നുണ്ട്, ഈ കണക്കിന് ഈ കുഞ്ഞ് ജനിച്ചാൽ നീ എന്നിട്ട് കഴുത്ത് ജനിച്ച് കൊല്ലൂലോടാ എന്ന് പറയുമ്പോഴത്തേക്കും അബി പറയാണ്, അതിപ്പോൾ കുഞ്ഞ് ജനിച്ചാലല്ലേ, ജനിക്കാതിരിക്കാനുള്ള മാർഗ്ഗങ്ങളൊന്നും നിനക്ക് നോക്കാമല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നവിക്ക് ദേഷ്യം വന്ന് അടിക്കാൻ തുടങ്ങും കേട്ടോ അബിനെ. എന്നിട്ട് പറയാണ്, നീ കൂടുതൽ അഹങ്കരിക്കുകയൊന്നും വേണ്ട, നീ എന്തിൻ്റെ പേരിൽ അഹങ്കരിക്കുന്നത്? ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ നീയും നിൻ്റെ അമ്മയാണ് ഈ വീട്ടിൽ തെണ്ടിത്തിരിഞ്ഞ് വന്നിരിക്കുന്നത്. ഈ അനന്തപുരിയിലെ ആൾക്കാരുടെ നന്മയും അവർ ദാനമായിട്ട് തന്ന ജീവിതമാണ് നിനക്കും നിൻ്റെ അമ്മയ്ക്കും ഉള്ളതെന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും അബിക്ക് ആകെ വിഷമമാവാണ്. അബി ആകെ ചങ്ക് പൊട്ടിയ പോലെ നിൽക്കും കേട്ടോ. ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നവി അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ കാണിക്കുന്ന അനിയനാണ്. അനി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഹോസ്പിറ്റലിൽ നന്ദു ദേവയാനീനെ കാണാൻ വേണ്ടി വരും കേട്ടോ. രണ്ടുപേരും പരസ്പരം കാണുമ്പോൾ നന്ദു കുറച്ച് നേരം അവിടെ പകച്ച് നിൽക്കുവാണ്. എന്നിട്ട് നന്ദു അനിയോട് ചോദിക്കുന്നുണ്ട്, ആദർശേട്ടനും നയനേച്ചിയില്ലേന്ന് ചോദിക്കുമ്പം അവർ വല്യമ്മയ്ക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വീട്ടിൽ പോയി എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അവരുണ്ടെന്നോർത്ത് ഞാൻ വന്നതെന്ന് പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, പണ്ടത്തെ പോലെയല്ലോ, തനിക്കും ഇപ്പം ഫുൾ പതർച്ചയാണല്ലോ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് തന്നെ കാണാനും ഇല്ല, വിളിച്ചാൽ കിട്ടാറുമില്ല, ഒന്നുമില്ല. തൻ്റെ ഈ മാറ്റത്തിൻ്റെ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. വീട്ടിലാകെ പ്രശ്നമാണ്. നയനേച്ചിയെയും പലരും കുറ്റപ്പെടുത്തുന്നുണ്ട്. എങ്കിലും നയനേച്ചിയേക്കാളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധ്യത ആരാണെന്ന് വീട്ടിലുള്ളവർക്ക് പലർക്കും അറിയാം. എങ്കിൽ പോലും സത്യം കണ്ടുപിടിക്കാതിരുന്നു കഴിഞ്ഞാൽ ശരിയാവുകയില്ല എന്നൊക്കെ അനി ഇങ്ങനെ പറയുക കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നന്ദു ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ച് നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്